എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ചെടികൾക്ക്, പൂക്കുന്ന ചെടികൾക്കൊക്കെ നമുക്ക് പൊടിച്ച് നമ്മളെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റിയ ടൈപ്പിലുള്ള വളം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. മുമ്പ് നമ്മൾ വേറൊരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്തൊരു മെത്തേഡാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി സൂക്ഷിച്ചിട്ട് കുപ്പിയിലൊക്കെ അടച്ച് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആഴ്ചയിൽ ഒരു ദിവസമോ 5 ദിവസം കൂടുമ്പോഴോ ഈ ചെടിയുടെ മുകളിലെ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാം. ഇത് തയ്യാറാക്കേണ്ട വിധമെന്ന് പറയുന്നത്, നമ്മുടെ വാഴപ്പഴത്തിൻ്റെ തോല് അത് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നന്നായി ഒന്ന് ഉണക്കിയെടുക്കുക. നന്നായി ഉണക്കിയെടുത്ത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു 4-5 വാഴപ്പഴത്തിൻ്റെ തോല് മതി. അപ്പോൾ നമ്മൾ ചെറിയ അളവാണ് പറയുന്നത്. കൂടാതെ തന്നെ നമ്മുടെ മുട്ടയുടെ തോട് 5-6 മുട്ടയുടെ തോട് നന്നായി ഒന്ന് ഉണക്കിയെടുക്കുക. ഇത് രണ്ടും നല്ലതുപോലെ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിൽ നന്നായി ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കടകളിൽ, നമ്മുടെ നഴ്സറികളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന എപ്സം സാൾട്ട് ഉണ്ട്. അത് എല്ലാ കടകളിലും കിട്ടും. എപ്സം സാൾട്ട് അത് മേടിച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ എടുത്തൊരളവിന് ഏകദേശം ഒരു 2 സ്പൂൺ മതി. ഒരു ചെറിയ സ്പൂണിൽ 2 സ്പൂൺ എപ്സം സാൾട്ടൂടെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതെടുത്ത് ഒരു കുപ്പിയിൽ മറ്റോ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് നല്ലതുപോലെ ഒന്ന് കുലുക്കി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഓരോ ചെറിയ സ്പൂൺ വെച്ച് 5 ദിവസമോ ഒരാഴ്ചയോ കൂടുമ്പോഴും ചെടിയുടെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പൂക്കൾ നമ്മുടെ ഈ ചെടികൾക്കെല്ലാം കിട്ടും. ഇത് മൂന്നും വളരെ ഗുണമുള്ളതാണ്. ഇപ്പോൾ പഴത്തോലും മുട്ടത്തോടെ പൊടിച്ചതിൽ എപ്സം സാൾട്ട് മിക്സ് ചെയ്ത് ഒരു കുപ്പിയിൽ അടച്ച് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് സൂക്ഷിക്കാം. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക.